ഹലോ, എനിക്കിന്ന് കുറച്ച് പാവയ്ക്ക വിലക്കുറവ് കിട്ടിയേ. അപ്പം ഞാനിത് വത്തലുണങ്ങാൻ പോവാം. അപ്പം അത് ഞാൻ എങ്ങനെ വത്തലാക്കുന്നത് കാണിച്ചിരുന്നു നിങ്ങൾക്ക്. ഞാൻ നന്നായി കഴുകിയെടുത്തതാണ്. കഴുകിയെടുത്ത് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അപ്പം നമ്മുടെ പാട്ടിനുള്ള പാവയ്ക്ക മുഴുവൻ അരിഞ്ഞ് ഒരു ചെരുവത്തിലോട്ട് മാറ്റിയേ. ഇനി നമുക്കതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കുടിച്ചാൽ, ചെറിയ ഗ്ലാസ് വേണം, ചെറിയ ഗ്ലാസ് അര ഗ്ലാസ് വെള്ളം. നമുക്കിനി ഇത് ഗ്യാസ് കത്തിച്ച് ഗ്യാസ് വയ്ക്കാം. അപ്പം നമുക്ക് ഗ്യാസ് കത്തിച്ച് ഗ്യാസ് വയ്ക്കാം. ഇനി ഇത് വിട്ടിരുന്ന് നന്നായിട്ട് ആവി വരട്ടെ. അത് നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ നന്നായി ആവി വന്ന് നമുക്ക് മൂടി മാറ്റി നോക്കാമേ. ഇത് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കുടഞ്ഞ് വയ്ക്കാം. കുടഞ്ഞ് ഒന്നുകൂടെ അടച്ച് വയ്ക്കാം, ഒന്നുകൂടെ വേകട്ടെ. നമ്മുടെ പാവയ്ക്ക വാട്ടാൻ വെച്ച് എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം. സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തു. നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇടയ്ക്ക് സ്വല്പം ആവി വെള്ളം വെക്കണം, ഒന്ന് വാലാൻ വയ്ക്കാം. അപ്പം വാടി വന്ന പാവയ്ക്ക ഞാനൊരു കണ്ണോപ്പയിലൊരു മരുന്ന് ആവിയുടെ വെള്ളമൊക്കെ ഉണ്ട്, അതൊന്ന് ഊർന്ന് പോകാൻ വേണ്ടി വെച്ച്. എന്നിട്ട് നമുക്കിത് വെയിലത്തിട്ടിനി ഉണങ്ങിയെടുക്കാം. അപ്പം നമ്മുടെ പാവയ്ക്ക ഒന്നേ തൊടാത്ത രീതിയിൽ ഞാൻ നിരത്തിയിട്ട്, അപ്പം ഞാൻ ആദ്യ ദിവസത്തെ എൻ്റെ പാവയ്ക്ക ചെറിയ ഉണക്കായി. ഇന്ന് രണ്ടാം ദിവസം വെയിലത്തിട്ടതാണ്. പിന്നെ കുറേ പാവയ്ക്കട വാങ്ങിച്ച് ഉണങ്ങാനായിട്ട് വാട്ടി വെയിലത്തിട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ പാവയ്ക്ക വാങ്ങിച്ച വാട്ടി വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുത്ത്. ഇതൊരു 4 ദിവസമായിരുന്നു. പാവയ്ക്ക വത്തല ഞങ്ങളിങ്ങനെ പാവയ്ക്ക വാങ്ങിച്ച ഞങ്ങൾ തന്നെ പാട്ടി വെയിലത്തിട്ട് ഉണങ്ങിയാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ പാവയ്ക്ക വാങ്ങിച്ചിട്ടില്ല. ഈ മുളക് വറുത്തതും പാവയ്ക്ക വറുത്തതൊക്കെ ഞാനിവിടെ വാട്ടി വെയിലത്തിട്ട് ഉണങ്ങിയെടുത്ത് വറുത്തുണ്ടാക്കിയത്. കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നുമല്ല.